ഭയാനകമായ സമ്പ്രദായങ്ങൾ പിന്തുടരുന്ന, അതായത് മനുഷ്യമാംസം ഭക്ഷിക്കുന്നതുപോലുള്ള ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതെ, ആധുനിക യുഗത്തിലേക്ക് നമ്മുടെ ലോകം മാറിക്കഴിഞ്ഞെങ്കിലും ഇത്തരം ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മനുഷ്യർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇന്തോനേഷ്യയിലെ തെക്കൻ പപ്പുവ പ്രാവിശ്യയിൽ താമസിക്കുന്ന അസ്മത് ഗോത്രവിഭാഗക്കാരാണ് ഇക്കൂട്ടർ. ഈ പുരാതന ഗോത്രങ്ങളിൽ പലരും ഇപ്പോഴും നരബലി, നരഭോജനം എന്നിവ ഉൾപ്പെടെയുള്ളവ ചെയ്യാറുണ്ട്. മാത്രമല്ല, അസ്മത് ഗോത്രക്കാർ ആചാരപരമായ നരഭോജനം നടത്തുകയും കൊല്ലപ്പെട്ട ശത്രുക്കളുടെ മാംസവും തലച്ചോറും ഭക്ഷിക്കുകയും ചെയ്യാറുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. കാരണം ഈ ആചാരം അവരുടെ പൂർവികരുടെ ആത്മാക്കളെ ശക്തിപ്പെടുത്തുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഈ ഗോത്രത്തിലെ മിക്ക ആളുകളുടെയും ജീവിത രീതി ഇത്തരത്തിലാണ്. അസ്മത് ഗോത്രങ്ങളെ ആദ്യമായി കണ്ടെത്തിയത് AD 1623 യൂറോപ്യന്മാരാണെന്നാണ് ചരിത്രം പറയുന്നത്. അതായത് നരഭോജനം നടത്തുകയും ശത്രുക്കളുടെ തലയോട്ടി സ്വയം അലങ്കാര വസ്തുക്കളായി ഇവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നതും ഞെട്ടിക്കുന്ന കാര്യമാണ്. അതായത് മനുഷ്യരുടെ തലയോട്ടികൾ ഇവരുടെ പരമ്പരാഗത വസ്ത്രത്തിന്റെ പ്രധാന ഭാഗം കൂടിയാണ്. തീർന്നില്ല, മനുഷ്യമാംസം കഴിക്കുന്നത് ഒരു മതപരമായ ചടങ്ങാണ് എന്നതാണ് ശ്രദ്ധേയം. അതായത് മനുഷ്യമാംസം കഴിക്കുന്നത് പൂർവികരുടെ ആത്മാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയെന്നാണ് ഇവരുടെ വിശ്വാസം. തലയോട്ടികൾ ആഭരണമായി ധരിക്കുന്നതിനു പുറമെ ഇക്കൂട്ടർ അവരുടെ ശത്രുക്കളുടെ പൊള്ളയായ തലയോട്ടി ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുമെന്നും പറയുന്നു. ഇവർ ശത്രുക്കളുടെ അവശിഷ്ടങ്ങൾ വീടുകൾ അലങ്കരിക്കുന്നത് പോലുള്ള നിരവധി പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. അലങ്കാരത്തിനപ്പുറം ഇത്തരത്തിൽ മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ സംരക്ഷിക്കുന്നത് ഇവർക്ക് കൂടുതൽ ശക്തി നൽകുമെന്നാണ് അസ്മത് ഗോത്രക്കാരുടെ വിശ്വാസം. മരിച്ച ഒരു ബന്ധുവിനോട് പ്രതികാരം ചെയ്യുന്നത് അവരുടെ അടുത്ത ബന്ധുക്കളുടെ കടമ കൂടിയാണ്. മരിച്ച ശത്രുവിന്റെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഏതൊരു വസ്തുവും ഈന്തപ്പന ഓലയിൽ പൊതിഞ്ഞ് തീയിൽ വറുത്ത് കഴിക്കുന്നതാണ് ഇവരുടെ പതിവ്. ഇത് അവരുടെ പരമ്പരാഗത ഭക്ഷണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു എന്നതു മാത്രമല്ല, അത് വളരെ രുചിയോടെ കഴിക്കുകയും ചെയ്യുകയാണ്. ഇതിനൊക്കെ അപ്പുറം ഇക്കൂട്ടർ മികച്ച മരപ്പണിക്കാർ കൂടിയാണ്. ഭംഗിയുള്ള ആകർഷവുമായ തടിശില്പങ്ങളും കൊത്തുപണികളും നിർമ്മിക്കുന്നതിൽ അവർ പ്രശസ്തരാണ്. എന്നിരുന്നാലും അവരുടെ ചില കൊത്തുപണികൾ മനുഷ്യാസ്ഥികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. കരകൗശല വൈദഗ്ധ്യം അവരുടെ സമൂഹത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട്. കൂടാതെ അവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗം കൂടിയാണിത്. കണ്ടൽ കാടുകൾ, വേലിയേറ്റ ചതുപ്പുകൾ, ശുദ്ധജല ചതുപ്പുകൾ, താഴ്ന്ന പ്രദേശങ്ങളിലെ മഴക്കാടുകൾ എന്നിവയാൽ നിറഞ്ഞ പാപ്പുയിലെ തെക്കു പടിഞ്ഞാറൻ തീരത്തുള്ള അസ്മത് പ്രദേശത്തേക്ക് കടക്കുന്നത് ഇപ്പോഴും വളരെ അപകടം നിറഞ്ഞ ദൗത്യം കൂടിയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.